ഞാൻ ഇതിലൊരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ മാത്രമേ എന്നെ കാണാവൂ. ഞാൻ ബലഹീനനാണ്. ദൈവതിരുസന്നിധിയിൽ വിനയപ്പെടുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും കരുതലും നിങ്ങളുടെ വീടിനേക്കാൾ മക്കളെക്കാൾ കവിഞ്ഞ് ഈ സഭയ്ക്ക് വേണ്ടി കൊടുപ്പിക്കുന്നവരുമായി വലിയൊരു സംഖ്യ സ്വദേശത്തും വിദേശത്തും എല്ലാമുണ്ട്. വളരെ വിനയത്തോടെ അറിയിക്കുന്നു. ഈ ദൈവത്തിന്റെ കൃപയോർത്ത് നമ്മളെല്ലാവരും ദൈവത്തെ സ്തുതിച്ചാൽ മതി. ആരും നിഗളിക്കരുത്, ആരും അഹങ്കരിക്കരുത്. യേശുക്രിസ്തു കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിൽ നിന്ന് കേട്ടുപഠിച്ച ഭാഷയും ആരാധനയും പാരമ്പര്യങ്ങളും പുലർത്തുന്ന ഈ സഭ, അതിൽ തന്നെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ ഇപ്പോഴത്തെ പരിശുദ്ധ പാത്രീസ്വായുടെ ഭരണനാളുകൾ 27 വർഷമാണെങ്കിൽ 270 വർഷത്തിന്റെ വളർച്ച ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്നു. ഇന്ത്യയിലെ സഭയ്ക്കും ഉണ്ടാകുന്നു. വിദേശത്തെല്ലാം ഓസ്ട്രേലിയ, അയർലൻഡ്, അമേരിക്ക എല്ലാ പ്രദേശങ്ങളിലും സഭ വളരുകയാണ്. അനുഗ്രഹത്തിന്റെ കാലമാണ്. ഈ കാലത്ത് സഭ, ഞാൻ ഉൾപ്പെടെയുള്ളവർ വിനയപ്പെട്ട് താഴ്മയോടുകൂടെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൽ ആസ്വദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം ആണെന്റെ. വളരെ നന്ദി പ്രകാശിപ്പിക്കുന്നു. വാക്കുകളാല് പറയുന്നവര് ധാരാളം പേരുണ്ട്, പ്രവർത്തിക്കുന്നവര് ധാരാളം പേരുണ്ട്. പക്ഷേ ഈ വാക്കുകളും പ്രവർത്തനവും കൂടെ ഒരുമിച്ചായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബാവ എന്നാണ് ഞങ്ങൾക്കൊക്കെ എപ്പോഴും കേൾക്കാറുള്ള ഒരു വിഷയം. 1974 ശേഷം ഈ സഭയ്ക്കുണ്ടായ വളർച്ച പിൽക്കാലത്തെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള, വളരെ ത്വരിതഗതിയിലുള്ള ഒരു വളർച്ചയായിരുന്നു. എന്തുകൊണ്ട് ഇത് നേരത്തെ ഈ വളർച്ച കൈവരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതിനെ കുറിച്ച് ബാവയുടെ 2 വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. യേശുക്രിസ്തുവിൽ പരിപൂർണമായി വിധേയപ്പെടുകയും യേശുക്രിസ്തുവിന്റെ സ്വഭാവം ലോകത്തിന് കൊടുക്കുകയും ലോകത്തിലെ ദൈവമക്കൾക്ക് കൊടുക്കുകയും ചെയ്യാൻ ഏത് സഭയ്ക്ക് എവിടെ കഴിയുന്നു അവിടെ എല്ലാം വളർച്ചയുണ്ടാകും. യേശുക്രിസ്തു ഭരണഘടനയുമായിട്ട് വന്നില്ല. അരമന പണിയാനായിട്ട് അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന്റെ വരവ്, ഞാൻ വന്നത് എന്റെ പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ, ആരും നഷ്ടപ്പെടില്ല. അതാണ് യേശുക്രിസ്തുവിന്റെ ഇഷ്ടം. അദ്ദേഹം കാണിച്ച സ്നേഹവും അദ്ദേഹം കാണിച്ച പിതാവാം ദൈവത്തോടുള്ള വിധേയത്വവും ലോകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കരുതലും വളരെ വലുതാണ്. അത് വർണ്ണിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ലോകത്തിന്റെ ഉടയവൻ അദ്ദേഹമാണെന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹം ലോകത്തിൽ കാണിച്ചു തന്ന സ്നേഹവും ത്യാഗവും കുരിശിന്മേലുള്ള യാഗവും എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നുകൂടെ എടുത്തു പറയുന്നു, ആരുടെയും ബുദ്ധിയും ആരുടെയും വൈഭവവും ആരുടെയും കരുതലുമല്ല, ദൈവത്തിന്റെ മാത്രം കരുതലാണ്. അതിന് മനുഷ്യൻ വിധേയപ്പെട്ടു കൊടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത്. പത്രമാധ്യമങ്ങളിലൊക്കെ ഈ ബാവയുടെ കാര്യത്തെപ്പറ്റി അവര് എഴുതുന്ന സമയത്ത് ഒരു ചെറിയ ശരീരമുള്ള ഒരു വലിയ മനുഷ്യനെന്ന് പലപ്പോഴും വിശേഷിപ്പിച്ച് പറയാറുണ്ട്. അത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അഭിമാനത്തോടുകൂടി കോൾമയം കൊണ്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ്. ഒരു ചെറിയ ശരീരമുള്ള വലിയ മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ചെറിയ ആളായ ഒരു വലിയ നേതാവ്, ഒരു സഭാധ്യക്ഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ബാവയ്ക്ക് അതേപ്പറ്റി എന്ത് തോന്നാറുണ്ട്? അവർക്കാർക്കും തെറ്റിപ്പോയി എന്ന് പറയുവാൻ ഞാൻ മുതിരുന്നില്ല. അതിൽ പാപം വരാവുന്നതാണ്. എന്നാൽ അതിന്റെ സത്യം, മനുഷ്യനെ വലുതാക്കുന്നത് വലിയവനായ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവാണ്. ഞാനോ കുറയണം, അവനോ വളരണം എന്നുള്ള ആ ദൈവത്തിന്റെ തിരുവചനം
നിവർത്തിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചെറിയവൻ തന്നെയാകുന്നു എന്നുള്ള ഉത്തമ ബോധ്യവും ആ അനുഭവവും വലിയവനായ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. വേറെ ഒരു വലിമയുമില്ല, മറ്റു യാതൊരു വലിമയുമില്ല, ഒന്നുമില്ല. ദൈവത്തിന്റെ സ്തുതി. 35 വർഷത്തെ മഹാപുരോഹിതനായിരുന്ന സമയത്ത് ബാബയ്ക്കുണ്ടായ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവത്തെ പറ്റി പറയാൻ സാധിക്കുമോ? വേദനിപ്പിക്കുന്ന സംഭവങ്ങളേറെയുണ്ട്. അതിലൊന്ന്, ആത്മാക്കളെ നേടുന്ന കാര്യത്തിൽ സഭ ഇന്നും പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. സുവിശേഷീകരണത്തിൽ യാക്കോബായ സുറിയാനി സഭ വളരെ മുമ്പോട്ട് പോയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ മതിയായതല്ല. ഇന്ത്യയിൽ ഇനിയും യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ട്, അവരെ കേൾപ്പിക്കാൻ കഴിയാത്തതിലുള്ള ദുഃഖമുണ്ട്. മറ്റൊന്ന്, ഞാൻ കേസ് കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളതല്ല. എന്റെ പേരിൽ 416 കേസുണ്ട്. അത് എന്റെയും കൂടെ ബലഹീനതയായിട്ട് കാണുന്നു. ഞാൻ വാദിയായില്ല എന്നുള്ളത് ഒരു നീതീകരണത്തിന് മുതിരുന്നില്ല. പക്ഷേ പ്രതിയാകേണ്ടി വന്ന ആ കഷ്ടകാലം, അതേക്കുറിച്ച് ദുഃഖമുണ്ട്. മറ്റൊന്ന്, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിലേക്ക് വേണ്ടി വാഴിക്കപ്പെട്ട് പ്രതിജ്ഞയെടുത്ത് എഴുതി വെച്ച് മുദ്രപത്രത്തിൽ രജിസ്റ്റർ ചെയ്ത പ്രമാണങ്ങളൊക്കെ ഉപേക്ഷിച്ച് തകിടം മറിച്ചുകൊണ്ട് സഭയിൽ നിന്ന് മറ്റ് സഭയിലേക്ക് അവരെയൊക്കെ വളർത്തിയെടുക്കാനും ഒറ്റിപ്പുലർത്താനും കഴിഞ്ഞ ഒരു മകൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ നഷ്ടപ്പെടുമ്പോൾ അപ്പന് അല്ലെങ്കിൽ സഹോദരനൊക്കെ ഉണ്ടാകുന്ന വേദനകൾ, അങ്ങനെയുള്ള അതല്ലാതെ മറ്റു വേദനകളൊന്നുമില്ല. എന്നോടും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനും ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. അപ്പൊ പിന്നെ ഞാൻ ദുഃഖിക്കേണ്ട കാര്യമില്ലല്ലോ. സ്തോത്രത്തോട് ദൈവത്തെ മഹത്വം. എന്നെ സ്നേഹിക്കുന്ന ജനം, എന്നെ സ്നേഹിക്കുന്ന ലോകം, മാധ്യമങ്ങൾക്കാണെങ്കിൽ എന്നോട് വഴക്കില്ല. അവർക്കൊക്കെ എന്നോട് സ്നേഹമാണ്. മറ്റു സമുദായക്കാർക്ക് എന്നോട് സ്നേഹമാണ്. അതുകൊണ്ട് ആ കാര്യത്തിലെല്ലാം ആലോചിക്കുമ്പോൾ ദുഃഖിക്കാൻ യാതൊന്നുമില്ല. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും. അമേരിക്കൻ ഭദ്രാസനവുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ, ഒന്ന് സാമ്യപ്പെടുത്തുമ്പോൾ, ഈ അമേരിക്കൻ ഭദ്രാസനത്തില് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെയും 2004 ജനുവരി മാസം 4-ാം തീയതി ഇവിടുത്തെ അഭ്യുന്നയ മെത്രാപ്പൊലീത്ത പട്ടമേറ്റ് ഈ രാജ്യത്ത് വരുന്നത് വരെയും ഒരു ചെറിയ തുണ്ട് മുതലോ ഒരു ചെറിയ സ്ഥാപനമോ സ്വന്തമായിട്ടില്ലായിരുന്നൊരു ഭദ്രാസനമായിരുന്നു. ആ ഭദ്രാസനത്തെ താഴേക്കിടയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അങ്ങേയറ്റം പരിശ്രമിച്ച ഈ ഭദ്രാസനത്തിലെ അഭ്യുന്നയ മെത്രാപ്പൊലീത്ത എൽദോമാർ തീത്തോസ് തിരുമേനിയും മലങ്കരയുടെ സഭാധ്യക്ഷനായ അങ്ങയും രണ്ടുപേരെയും താരതമ്യപ്പെടുമ്പോൾ ഒരേ തരത്തിലുള്ള പ്രവർത്തന ശൈലി രണ്ടുപേരിലും കാണുന്നുണ്ട്. ഞങ്ങൾക്കത് വളരെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ തീത്തോസ് തിരുമേനി അങ്ങേ കാതോലിക്ക ബാവ തിരുമനസിനെ ഒരുപക്ഷെ പിന്തുടരുന്നതുകൊണ്ടാവുമെന്ന് തന്നെ ഞങ്ങൾക്ക് പല സമയത്തും അഭിമാനിക്കാൻ തക്ക കാരണങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ഈ ഭദ്രാസനം മലങ്കരയിൽ സഭ വളരുന്ന പോലെ തന്നെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ടായി. ഇവിടെ ആത്മീയ സംഘടനകൾ വളർന്നു. സഭാമക്കള് ഒന്നോടൊന്ന് ചേർന്ന് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും തിരുമേനിയെ കരുതുകയും 100% ആൾക്കാർ തിരുമേനിയുടെ പുറകെ അഭിനന്ദ ശ്രേഷ്ഠ ബാബായുടെ തിരുമനസിലെ പുറകിൽ ആള് മലങ്കര സഭയിൽ നിൽക്കുന്നതുപോലെ തന്നെ ഈ അമേരിക്കൻ ഭദ്രാസനത്തിലും ശക്തമായി നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ബാബ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബാബയ്ക്ക് ദീർഘായുസ് നേരാനായിട്ട് ഈ അവസരം ഞങ്ങൾക്ക് ലഭിച്ചതിൽ വളരെ വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് 39 വർഷം തന്റെ ആയുസ്സിൽ പിന്നിട്ട ഞങ്ങളുടെ